നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇനി ഇവിടെ ഉണ്ടാകാൻ പോകുന്ന ദുരന്തങ്ങളെയൊക്കെ സ്വപ്നം കണ്ട് സ്വസ്ഥമായിട്ട് ഉറങ്ങുന്ന ഞാൻ മാത്രം. നാളെ ഇവിടെ ഇനി എന്തിന്റെ പേരിൽ അടി നടക്കുന്നതെന്ന് ഓർത്ത് ബാക്കിയുള്ളവരൊക്കെ സമാധാനമില്ലാതെ നേരം വെളുപ്പിക്കണം. എന്തിന്റെങ്കിലും പേരിൽ പരസ്പരം തല്ലിപ്പിരിയണം. നിനക്ക് എന്നോട് വല്ലതും പറയാനുണ്ടെങ്കിൽ അത് ഫോൺ വിളിച്ച് പറഞ്ഞാൽ പോരെ. നീ ഇനി ഇവിടെ നിന്ന് ഓരോ കള്ളങ്ങൾ പറയാതെ പോവാൻ നോക്കണം. പോ. ഞാൻ പോവാം, പക്ഷെ എനിക്കൊരു കാര്യം പറയണം. അത് പറഞ്ഞിട്ട് ഞാൻ പോവും. നന്ദേട്ടൻ അറിയാത്തൊരു സംഭവം ഇന്നുണ്ടായി. സ്നേഹ ഇന്ന് എന്നെ കാണാൻ വീട്ടിൽ വന്നിരുന്നു. ഞാൻ വിളിച്ചിട്ടല്ല അവള് വന്നത്. പുറകെ സച്ചി സാറും അർച്ചന മേഡക്കും ഉണ്ടായിരുന്നു. എന്റെ ഫോണൊക്കെ പൊട്ടിപ്പോയായിരുന്നു. അതാ വിളിക്കാൻ പറ്റാത്തത്. അതുകൊണ്ടാ ഞാൻ നേരിട്ട് നന്ദേട്ടനെ കാണാൻ വന്നത്. എന്നെ സച്ചി സാർ തല്ലിയതില് എനിക്ക് വിഷമമൊന്നുമില്ല. പക്ഷെ അത് സ്നേഹയുടെ മുന്നിൽ വെച്ചായതുകൊണ്ട് അവൾക്കത് സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. എനിക്ക് ഉറപ്പാത്. ഭ്രാന്തമായ ഒരു അവസ്ഥയിലാണ് സ്നേഹ അവിടുന്ന് പോകുന്നത്. എന്തെങ്കിലും കരിങ്കേ ചെയ്യണമെന്ന് തോന്നിയ അങ്ങനൊരു ഭയം കൊണ്ടാണ് ഞാനിപ്പോ വന്നത്. ഇവിടെ അവളെ ആകെ മനസ്സിലാക്കുന്ന ഒരാള് നന്ദേട്ടനാണെന്ന് അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതാ നന്ദേട്ടനെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കാന്ന് കരുതി വന്നത്. എന്റെ പേരില് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഒരു നിമിഷം പോലും ഞാൻ ജീവിച്ചിരിക്കില്ല. ഞാൻ അത്രയ്ക്ക് അവളെ സ്നേഹിക്കുന്നുണ്ട്, അവൾ എന്നെയും. നന്ദേട്ടൻ അവളെ ഒന്ന് ശ്രദ്ധിക്കണം. എന്നോടുള്ള തെറ്റിദ്ധാരണകള് അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. അതിന്റെ പേരില് എന്റെ സ്നേഹ കുരുതി കൊടുക്കരുത്. ഇന്നത്തെ ആ സംഭവം അവളെ വല്ലാതെ പിടിച്ചൊലച്ചിട്ടുണ്ട്. തകർന്നു പോയിട്ടുണ്ട് ആ പാവം. എന്നെ സ്നേഹിച്ചതിന്റെ പേരില് നന്ദേട്ടന് അനുജത്തി നഷ്ടപ്പെടരുത്. അത് പറയാനാണ് ഞാൻ വന്നത്. അച്ഛാ, മോളെ, സ്നേഹയോട് നീ എന്തെങ്കിലും സംസാരിച്ചോ? ഇല്ലച്ച, ആരെങ്കിലും അടുത്തേക്ക് ചെന്നാൽ തന്നെ അവൾക്ക് ദേഷ്യം. വെറുതെ എന്തിനാ അവളെ ദേഷ്യം പിടിപ്പിക്കുന്നതെന്ന് കരുതി ഞാനൊന്നും പറയാൻ പോയില്ല. അവൾക്ക് ഇങ്ങനെയൊക്കെ പറയാനും പെരുമാറാനും എങ്ങനെ സാധിക്കുന്നു എനിക്ക് മനസ്സിലാവാത്തത്. ആ ധനുഷ് സ്നേഹയെ വല്ലാതെ ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ അവളുടെ മുമ്പിൽ വെച്ച് സച്ചി അവനെ തല്ലുകയും ചെയ്തു. അങ്ങനെയായപ്പോ ഇവിടെയുള്ളവരോട് അവൾക്ക് ദേഷ്യം കൂടി കാണണം. അവളുടെ കാര്യത്തിൽ മാത്രം ഒരു തീരുമാനം എടുക്കാൻ എനിക്കാവുന്നില്ല. അച്ഛൻ അതോർത്ത് വിഷമിക്കണ്ട. അവൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ സത്യങ്ങളൊക്കെ മനസ്സിലാവും. ഈ കാണിക്കുന്ന ദേഷ്യത്തിനും വാശിക്കുമൊക്കെ അവൾ തന്നെ പശ്ചാത്തപിക്കും. എല്ലാ സത്യങ്ങളും അവൾ മനസ്സിലാക്കുന്നവരെ ധനുഷിനൊപ്പം അവളെ വിടാതിരിക്കാന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ഇനി ഓരോന്നും പറഞ്ഞ് അവൻ അവളെ കൂടുതൽ അടുപ്പിക്കാതിരിക്കാൻ നോക്കാം. അത് മാത്രമേ ഉള്ളൂ പോംവഴി. അതെ, ഇനിയും ധനുഷും സ്നേഹം ഒന്നിച്ച് കാണാതിരുന്നാൽ ഏറെക്കുറെ പ്രശ്നങ്ങളൊക്കെ തീർന്നോളും. ഇപ്പോഴുള്ള ഈ ദേഷ്യമൊക്കെ മാറട്ടെ, എന്നിട്ട് അവളോട് സംസാരിക്കാൻ ഞാൻ.
ആശ്വാസവാക്കുകൾ പറഞ്ഞ് കിളവനെ സമാധാനിപ്പിച്ചു അല്ലേ? ആ, എന്തായാലും നീ കാരണം ഈ വീട്ടിലൊരു മരണം ഉറപ്പായി. ധനുഷിനെ കിട്ടിയില്ലെങ്കിൽ ആ പെണ്ണിറങ്ങിപ്പോവും. ധനുഷിന്റെ കൂടെ ആ പെണ്ണിറങ്ങിപ്പോയാ ആ കിളവൻ നെഞ്ചു തകർന്ന് ചാവും. അത് എന്തായാലും എനിക്ക് സന്തോഷം തന്നെ. അതിലും സന്തോഷം ഇതിലേത് നടന്നാലും അത് വന്ന് വീഴാൻ പോകുന്നതാ ഈ തലയിലാണെന്ന് ഓർക്കുമ്പോ എന്തെന്നില്ലാത്ത സന്തോഷം. ഈ വീട്ടിലെ സമാധാനത്തോടെ ഇനി ഒരാൾ ഉറങ്ങിയാൽ മതി. ഇനി ഇവിടെ ഉണ്ടാകാൻ പോകുന്ന ദുരന്തങ്ങളെയൊക്കെ സ്വപ്നം കണ്ട് സ്വസ്ഥമായിട്ട് ഉറങ്ങുന്ന ഞാൻ മാത്രം. നാളെ ഇവിടെ ഇനി എന്തിന്റെ പേരിൽ അടി നടക്കുന്നതെന്ന് ഓർത്ത് ബാക്കിയുള്ളവരൊക്കെ സമാധാനമില്ലാതെ നേരം വെളുപ്പിക്കണം. എന്തിന്റെയെങ്കിലും പേരിൽ പരസ്പരം തല്ലിപ്പിരിയണം. എന്നിട്ടാ അവന്തിക തുടങ്ങാൻ പോകുന്നത്. എന്റെ ഏട്ടത്തോട് സ്നേഹത്തിന്റെ ഭാഷയിൽ ഞാനൊരു കാര്യം പറയാം. ഈ കുടുംബത്തെ തകർക്കാൻ ഏട്ടത്തെ ഞാൻ സമ്മതിക്കില്ല. അതിനുള്ള കെൽപ്പ് കൈമോശം വന്നിട്ടില്ല എനിക്ക്. നിങ്ങളിൽ നിന്ന് ഈ കുടുംബവും ധനുഷിൽ നിന്ന് സ്നേഹയും, ഇത് രണ്ടും എനിക്ക് ഒരുപോലെ തന്നെ. രണ്ടും വിട്ടുകൊടുക്കില്ല ഞാൻ. ഇപ്പോഴുള്ള വഴക്കിനെ കുറിച്ച് ഓർത്ത് സമാധാനമായിട്ട് ഉറങ്ങിക്കും. പക്ഷേ ഈ സമാധാനം അധിക നാൾ കിട്ടിയെന്ന് വരും. പർദ്ദയാണെങ്കിൽ ജയിലിൽ നിന്ന് ധനുഷിനെ രക്ഷിച്ചുകൊണ്ട് പോയതുപോലെ എളുപ്പമാവില്ല ഇത്. എനിക്കറിയാം ആ തിരുവസ്ത്രത്തിന്റെ മറവിൽ ആരുടെ മുഖമായിരുന്നു എന്ന്. ഇനി അങ്ങോട്ട് നല്ല സ്വപ്നങ്ങൾ കാണുന്ന കാലം ആവില്ല നിങ്ങൾക്ക്. ദുസ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി ഉണരുന്ന കാലമായിരിക്കും. സ്വപ്നങ്ങൾ ദുസ്വപ്നമാവുമ്പോ ജീവിതവും അതുപോലെ തന്നെയാവും. ഈ പ്രതിസന്ധി ഘട്ടം എങ്ങനെ തരണം ചെയ്യണമെന്ന് എനിക്കറിയില്ല. എന്നിരുന്നാലും ഞാനിതിനെ മറികടക്കും. ഇവിടെയുള്ള ആർക്കും ഒരു പരിക്കുമില്ലാതെ തന്നെ. അർച്ചനയായി പറയുന്നത്. നമ്മൾ രണ്ടുപേരും ചേർന്ന അവന് നല്ല ഇടി കൊടുക്കും. ചില്ലറ ഇടിയെങ്ങാനും ആണോ അവൻ നമ്മളെ ഇടിച്ചത്? ഒന്നും ചെയ്യാതെ വിട്ടത് വളരെ മോശമായി പോയി. എനിക്കവനെ തല്ലാൻ ആരുടെ സഹായം ആവശ്യമില്ല. എന്നിട്ട് ഞാൻ അവനെ തിരികെ ഒന്നും ചെയ്യാതെ തല്ലുകൊണ്ടത് ശരീരത്തിൽ കുറച്ച് ചതവുണ്ടായെങ്കിലും എന്റെ സ്നേഹയുടെയും പ്രേമത്തിന് അത് ഗുണം ചെയ്യുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.